ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ വീണ്ടും പിൻവാതിൽ നിയമനത്തിന് സർക്കാരിന്റെ നീക്കം. PSCയുടെ റാങ്ക് പട്ടികയിൽ നിലവിൽ ഉള്ളപ്പോൾ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പിൻവാതിൽ കരാർ നിയമനങ്ങൾക്ക് സർക്കാർ ഉത്തരവിറക്കി. രഹസ്യ സ്വഭാവമുള്ള ജോലികൾക്കായി കരാർ ദിവസവേതന ജീവനക്കാരെ ചുമതലപ്പെടുത്തുന്നത് ക്രമക്കേടുകൾക്ക് വഴിവെക്കുമെന്നും ആക്ഷേപം ശക്തമാണ്. PSCയുടെ റാങ്ക് പട്ടികകൾ നിലവിലുള്ളപ്പോഴാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പിൻവാതിൽ കരാർ നിയമനങ്ങൾക്കുള്ള സർക്കാർ ഉത്തരവ്. മാർച്ച് 15-നാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2020 ആരംഭിച്ച SN ഓപ്പൺ സർവകലാശാലയിൽ അനധ്യാപക നിയമനങ്ങൾ യൂണിവേഴ്സിറ്റി നിയമത്തിൽ PSC മുഖേനയാണ് നടത്തേണ്ടത്. കഴിഞ്ഞ 5 വർഷമായി കരാർ ദിവസവേതന ജീവനക്കാരെ സർവകലാശാല നേരിട്ട് നിയമിക്കുകയുമാണ്. PSC മുഖേനയുള്ള നിയമനങ്ങൾ തടയുന്നതിന് ഓപ്പൺ ഡിജിറ്റൽ മലയാളം സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ചിട്ടുമില്ല. ഓപ്പൺ സർവകലാശാലയിലെ അധിക ജോലി കണക്കിലെടുത്ത് സ്ഥിരം ജീവനക്കാർ ആവശ്യമാണെന്ന് സർക്കാരിനോട് സർവകലാശാല ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 146 അധ്യാപക തസ്തികകൾ പുതുതായി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതിൽ 47 തസ്തികകൾ PSC മുഖേന നിയമിക്കുവാനും 97 തസ്തികകളിൽ കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ നേരിട്ട് നിയമിക്കാനുമാണ് സർവകലാശാലയ്ക്കുള്ള സർക്കാർ നിർദ്ദേശം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്മാരുടെ 70 ഒഴിവുകളിൽ 36 തസ്തികകളും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്മാരുടെ 20 ഒഴിവുകളിൽ 10 തസ്തികകളും ലൈബ്രറിയന്റെ ഒരു ഒഴിവും ഒഴികെ ബാക്കിയെല്ലാം കരാർ നിയമനമായി യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്താനാണ് സർക്കാർ ഉത്തരവ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി, PRO, സിസ്റ്റം മാനേജർ, പ്രോഗ്രാമർ, പ്രോഗ്രാം മാനേജർ തുടങ്ങിയവയാണ് അംഗീകാരം നൽകിയിട്ടുള്ള മറ്റ് തസ്തികകൾ. സർവകലാശാലയിലെ പരീക്ഷാ ജോലികൾ ഉൾപ്പെടെയുള്ള രഹസ്യ സ്വഭാവമുള്ള ജോലികൾക്കായി കരാർ ദിവസവേതന ജീവനക്കാരെ ചുമതലപ്പെടുത്തുന്നത് ക്രമക്കേടുകൾക്ക് വഴിവെക്കുമെന്നും നിയമനങ്ങൾ PSC മുഖേന നടത്തണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സർക്കാരിനും നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം.